നമ്മുടെ സ്വന്തം മമ്മൂക്ക. Mr. Rajan Mathrani, Managing Director Elector, I request you to please hand over the memento to the Millennium Star of 2011, Padma Shri Bharat Mammootty. Congratulations, ഷാർജയിലെ ജനങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ്. പ്ലീസ്. നമസ്കാരം. രാത്രി കുറച്ചുകൂടെ വൈകിരുന്നെങ്കിൽ ഇത് പരിപാടി എനിക്ക് നാളെ തരേണ്ടി വന്നേനെ. കാരണം 12 മണിക്ക് ഇവിടെ അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് അപേക്ഷിച്ചിട്ടാണ് ഇത്രയും നേരത്തെങ്കിലും എന്നെ ഇവിടെ കയറ്റി നിർത്തിയത്. വളരെ സന്തോഷം. സംഘാടകര് ഇല്ലെങ്കിൽ അവാർഡ് നീ കിട്ടാതെ പോയി. ഏതായാലും ഓരോ പ്രാവശ്യവും ഓരോ പേര് പറഞ്ഞ് എനിക്കൊരു അവാർഡ് ഇവർ തരും. അതുകൊണ്ട് നമുക്ക് തമ്മിൽ കാണാൻ പറ്റും. വളരെ സന്തോഷം. ഈ പ്രാവശ്യം ഇതിൻ്റെ പേര് മില്ലേനിയം സ്റ്റാർ എന്നാണ് അല്ലേ? അടുത്ത പ്രാവശ്യം നമുക്കൊരു പേര് കണ്ടുപിടിക്കണം. അതെനിക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള പ്രവാസികളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാനുമുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഏഷ്യ വിഷൻ്റെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് അടുത്ത പ്രാവശ്യം എനിക്ക് അവാർഡ് തരും. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിച്ചു ഈ സലീം കുമാറിനെയൊക്കെ തോപ്പിച്ച് അടുത്ത പ്രാവശ്യം ബെസ്റ്റ്. പക്ഷെ എനിക്ക് അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ നന്നായെന്ന് നിങ്ങൾ വോട്ട് ചെയ്താൽ എനിക്ക് അവാർഡ് തരുള്ളൂ. ഇപ്പൊ കുറച്ച് മോശമായാൽ പോലും വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കുക. ആരോടും പറയുന്നില്ല. ഞാൻ ആളുകൾക്ക് നമ്മളെ കൈക്കൂലി കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ സാധിക്കാം. അതുപോലെ ചെറിയൊരു കൈമുടക്കായിട്ട് കണക്കാക്കി. സന്തോഷമുണ്ട്. ഇത് ഇപ്പോ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇവിടെയും ലോകവ്യാപകമായി ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലമാണ്. അതുകൊണ്ട് മലയാളികൾ ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് മാനസിക പ്രയാസമുണ്ടെന്ന് എന്നോട് ഒരു സംഘടന പറഞ്ഞു. അങ്ങനെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു സിനിമ കാണുക, അങ്ങനെ സന്തോഷിക്കുക. സിനിമകളെല്ലാം നിങ്ങൾക്ക് സന്തോഷം പകരുന്നതാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും സിനിമ. പിന്നെ ഈ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട. നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മളൊന്ന് ചുരുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സിനിമ വിടരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ചെറിയ ചെറിയ മറ്റാഗ്രഹങ്ങൾ നമ്മളിപ്പോ നമ്മുടെ ചില ആളുകൾക്കുള്ള ചില സൽസ്വഭാവങ്ങളുണ്ട്, അതൊക്കെ നിർത്തി കുറച്ച് ദുസ്വഭാവങ്ങളിലേക്ക് വരിക. അതായത് നല്ല ഭക്ഷണം മാത്രം കഴിക്കുക, അതിനോട് ചേർന്ന് മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തൊന്നും പറയാൻ പറ്റാത്തതും ഇവിടെ കിട്ടാത്തതുമായ ഒരു കാര്യത്തെ പറ്റിയാണ്. നല്ല ആരോഗ്യമുള്ള നല്ല ദീർഘ ആയുസ്സുള്ള മലയാളികളായി മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും മലയാളികളുടെയും പേരെന്നും മറ്റു രാജ്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മലയാളികളായിട്ട് തീരാൻ നമുക്ക് ശ്രമിക്കാം. ഇനിയും വീണ്ടും ഇതേ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ക്രിക്കറ്റിനെ ഏൽപ്പിച്ചിട്ടില്ല. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ കാണാം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വിളിച്ചാൽ വരുമെന്നുള്ള വാഗ്ദാനവും നൽകിക്കൊണ്ട് ഈ രാത്രിയുടെ ഈ യാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചോദ്യമാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയക്കാർ വരുന്നു. പ്രവാസി മലയാളികളുടെ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത്. പക്ഷേ സമൂഹത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു കലാകാരൻ, ഒരു മാധ്യമത്തിന്റെ തലപ്പത്തുള്ള എന്നുള്ള നിലയിൽ വിദേശ മലയാളികൾ മമ്മൂക്കയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. രക്തവും വിയർപ്പും ഇവിടെ ഒഴുക്കി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രവാസി മലയാളികളുടെ ബ്രാൻഡ് അംബാസിഡർ ആകുമോ മമ്മൂക്ക? തീർച്ചയായിട്ടും
പക്ഷെ അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിൽ ഞാനും ഒരു പ്രവാസിയാകണം, അത് വേണം. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളിയും നാട്ടിലുള്ള മലയാളിയും ഒരുപോലെയാണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുത്തെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നതെന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്നൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നന്മ ഉണ്ടാകുമെങ്കിൽ, നിങ്ങൾക്കൊരു ഗുണമുണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ ഒരു കാലത്തും മടിക്കില്ല എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു നമുക്ക്